ഹായ് നമസ്കാരം. കന്നഡയിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്. അതായത് നേരത്തെ റിലീസിന് എത്തിയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു അടിപൊളി ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ. കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അടിപൊളി ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമകളാണ്. ഈ ത്രില്ലർ ഫാൻസുകാർക്കൊക്കെ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ അത്യാവശ്യം ഗുണം ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പം ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് സന്ദീപ് രംഗനാഥാണ്. അതുപോലെ തന്നെ സിനിമയുടെ പേരാണ് സംഘഹാരി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. എന്തായാലും 2020 ഈ വർഷം തന്നെ റിലീസിനെത്തിയിട്ടുള്ള ഒരു സിനിമയും കൂടിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് സംഘഹാരിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ നേരെ വീഡിയോ. രംഗനാഥ് രഘു, ഗോപാൽ ദേശ്പാണ്ഡെ, നിധി ഹെഡ്ജ് തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ കഥ നോക്കുവാണെങ്കിൽ സുബ്ബണ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിനകത്ത്. അതായത് അദ്ദേഹം ഒരു ചായക്കടയൊക്കെ നടത്തി നിങ്ങൾ ഡീസൻ്റ് ആയിട്ട് പോവാണ്. ഡീസൻ്റ് ആയിട്ടല്ല, സിനിമയുടെ തുടക്കം തന്നെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അതെന്താണ് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഗംഭീരമായ രീതിയിൽ ത്രില്ലർ അടുപ്പിച്ചുകൊണ്ട് കഥ പറയുകയാണ് സംഘഹാരി. അടിപൊളിയായിട്ട് ത്രില്ലർ, അതായത് ഒരു വെറൈറ്റി സാധനം ഇന്നവരെ കണ്ടിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഡീസൻ്റലി വന്നിട്ടുള്ള പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ് സംഘഹാരി. ഈ സിനിമയുടെ ഒരു ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു സ്റ്റോറി നടക്കുന്നത് ഒരു ചായക്കടയിലാണ്. ചായക്കടയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതാണ് നമ്മുടെ സുബ്ബണ്ണൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നടന്നു പോകുന്ന കുറച്ച് സംഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്തോട്ടാണ് സംഘഹാരി എന്ന് പറയുന്ന ഈ ഒരു സിനിമ കഥ പറഞ്ഞു പോകുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമ ആവിഷ്കാരം എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള മേക്കിംഗ് ഒക്കെ വളരെ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുപാട് ഭാഷകളിൽ ഇത്തരത്തിലുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മലയാളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ദൃശ്യവുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ദൃശ്യം ആയിട്ട് കമ്പയർ ചെയ്യാനൊന്നും ഒരു സിനിമയല്ല. അതുപോലെ അതായത് അത്യാവശ്യം അങ്ങനെ രീതിയിൽ വരുന്ന, അതായത് അതിൻ്റെ ദൃശ്യം അതേ രീതിയിലുള്ള സാധനമൊന്നുമല്ല, അതേ ഒരു കണക്ഷൻ വരുന്ന ഒരു സംഭവം എന്ന് കൂടി പറയാൻ സാധിക്കും. പിന്നെ അതായത് നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടുള്ള സിനിമകളെ പോലെയൊക്കെയാണ് ഈ സിനിമ കണ്ടപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടത്. മലയാളത്തിൽ ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സിനിമയിൽ അത്യാവശ്യം വ്യത്യസ്തമായ രീതിയിൽ, അതായത് എന്താ പറയുക, ഒരു വ്യത്യസ്ത രീതിയിൽ തന്നെ ആ ഒരു ക്യാരക്ടർ, അതായത് ആ ഒരു സുബ്ബണ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മളെ സ്ക്രീനിൽ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പോലീസ് ക്യാരക്ടർ ഉണ്ട്, അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ പെർഫോമൻസുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഇവരുടെ എല്ലാം പെർഫോമൻസുകൾ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് അനുഭവപ്പെടും. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് കാര്യം, നിങ്ങൾ ഈ ത്രില്ലർ സിനിമകൾ, അതായത് നിങ്ങൾ വലിയ രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്ത് കാണുന്ന ഒരാളാണെങ്കിൽ, വലിയ സംഭവം ഉണ്ട് കാണുന്നതാണ്, അത്തരത്തിലുള്ള സാധനങ്ങളൊന്നുമല്ല. അതായത് ഒരു ഡ്രാമ രീതിയിൽ, ഒരു ത്രില്ലർ ഡ്രാമ രീതിയിൽ പുറത്തു വന്നിട്ടുള്ള സിനിമയും കൂടിയാണ്. അതായത് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്വിസ്റ്റാണോ ഇതിൽ വരുന്നതെന്ന്. ഞാൻ വിചാരിച്ച രീതിയിലുള്ള സാധനമൊന്നും അല്ല ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഒരു അത്യാവശ്യം നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ട്വിസ്റ്റൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ സൂപ്പറായിട്ട് തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മൾ അറിയാമല്ലോ, ത്രില്ലർ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. പക്ഷേ ഒരു വെറൈറ്റി സ്ക്രിപ്റ്റ് ഈ സിനിമയ്ക്ക് കൊണ്ടുവരാതെ പോയി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ അത്യാവശ്യം ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടിരിക്കും. സെക്കൻഡ് ഹാഫിലേക്കൊക്കെ കയറി കഴിയുമ്പോൾ അത്യാവശ്യം ഒരു വലിച്ചു നീട്ടലൊക്കെ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും അത് ഈ സിനിമയുടെ കുഴപ്പം എന്താണെന്നറിയില്ല, സ്ക്രിപ്റ്റിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കുമോ എന്നും നമുക്കറിയില്ല. എന്തായാലും അങ്ങനെയുള്ളൊരു വ്യത്യസ്ത രീതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് സംഘഹാരി. എന്തായാലും നിങ്ങൾ ഈ ഒരു സംഘഹാരി എന്ന് പറഞ്ഞ ഈ ഒരു ത്രില്ലർ സിനിമകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ത്രില്ലർ ഫാൻസുകാർക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന, ഒറ്റ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു എൻഗേജ്ഡ് ആയിട്ടുള്ള ത്രില്ലറാണ്. അപ്പം ചില ആളുകൾക്ക് ഈ സിനിമ കണ്ടുമ്പോൾ മലയാളത്തിലൊക്കെ കണ്ടതുപോലെയൊക്കെ ഒരു തോന്നിയേക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളവരൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.